തിരുച്ചിറപ്പള്ളിയിൽ വോട്ടേഴ്സിന് നന്ദി അറിയിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയല്ല, താൻ മുഖ്യ സേവകനാണ്. തിരുച്ചിറ ഈസ്റ്റ് തനിക്ക് ഹൃദയത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങളാണ് തന്റെ ഊർജ്ജമെന്നും സി ജോസഫ് വിജയ് പറഞ്ഞു. இத்தனை வருஷமா மாத்தி மாத்தி உங்களை ஏமாத்திக்கிட்டு இருந்த இந்த ரெண்டு பேரையும் வேண்டாம்னு சொல்லி ஒதுக்கிட்டு உங்களுக்காக உண்மையா உழைக்க வந்த உங்க விஜய, உங்க அண்ணனை, உங்க தம்பிய முதல் அமைச்சரா இல்ல முதல் சேவகனா ஆக்கியிருக்கிறீங்க. தலை வணங்கி ஒட்டுமொத்த தமிழக மக்களுக்கும் இந்த நேரத்தில் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். DMK-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. DMK ടാസ്മാക്കിൽ നിന്ന് പണം കൊള്ളയടിച്ചു, എല്ലാ തെരുവിലും ലഹരി കിട്ടുന്ന നിലയിലേക്ക് മാറ്റിയത് DMK ആണെന്നും സി ജോസഫ് വിജയ് ആരോപിച്ചു. இப்ப என்ன உனக்கு எதிரிகளே இல்லையா அப்படிலாம் கேட்டா அப்படிலாம் நான் சொல்ல மாட்டேன். அப்படிலாம் நான் நினைக்கவும் மாட்டேன், அப்படி நினைக்கவும் கூடாது. இப்பவும் சொல்றேன், அரசியல் ரீதியா சொல்றேன், ரெண்டு பேருக்கு நடுவுல தான் போட்டியே. ஒன்னு இன்னொன்னு ஒன்னு டிவிக்கு, இன்னொன்னு DMK. இதுக்கு நடுவுல வேற யாருக்கும் எந்த வேலையும் கிடையாது. ஏதாவது இருக்குன்னு சொல்றீங்க? எலெக்ஷனுக்கு முன்னாடியும் அவங்களுக்கு ஒரு வேலையும் இல்லை, இப்ப எலெக்ஷனுக்கு அப்புறம் சுத்தம். മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. മനേഷ്, മുഖ്യമന്ത്രിയായതിനു ശേഷവും വിജയിയുടെ സംസാര ശൈലിയിലോ ഈ മുന്നിലുള്ള പ്രവർത്തകരെ ഇളക്കിമറിക്കുന്ന രീതിയിലുള്ള സംസാര ശൈലിയിലോ ഒന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഒപ്പം തന്നെ ഇന്ന് പറഞ്ഞപ്പോൾ താൻ മുഖ്യമന്ത്രിയല്ല മുഖ്യ സേവകനാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം തന്നെ DMK-ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണല്ലോ വിജയ് മുന്നോട്ട് വയ്ക്കുന്നത്. അനൂപ, പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ട വിജയുടെ ഒരു എക്സ്റ്റൻഷൻ, ആ പ്രസംഗത്തിന്റെ സംസാരത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇന്നും ഉണ്ടായത്. നമുക്കറിയാം, അവസാനമായി വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ അന്നാണ്. അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്ത ആ ഒരു ദിവസമാണ്. അതിനുശേഷം ഇന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരുച്ചിറപ്പള്ളിയിൽ എത്തുന്നത്. വോട്ടേഴ്സിന് നന്ദി പറയാനായി സംഘടിപ്പിച്ച ഒരു പൊതുയോഗം. അവിടെയാണ് DMK-ക്കെതിരെ അതിരൂക്ഷമായുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റാരുമില്ല മുൻപിൽ, DMK മാത്രമാണ്. DMK-യും TVK-യും മാത്രമാണ് തമിഴ്നാട്ടിൽ എതിരാളികളുള്ളത്. അവർക്കിടയിലാണ് പോരാട്ടം, മറ്റാർക്കും തന്നെ അതിൽ ഒരു റോളുമില്ല എന്നാണ് വിജയ് പറഞ്ഞു വെക്കുന്നത്. തുടക്കത്തിൽ, അതായത് 6 മാസം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തങ്ങൾ ഉണ്ടാക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവായിട്ടുള്ള MK സ്റ്റാലിനും പറഞ്ഞിരുന്നത്. പക്ഷേ അധികാരത്തിലേറി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വിമർശനങ്ങൾ ആരംഭിച്ചു. കല്യാണ വീടുകളിലൊക്കെ പോയി എന്തൊക്കെയോ പറയുകയാണ് ഇപ്പോൾ MK സ്റ്റാലിൻ. എന്തായാലും വിമർശനം ഒരിക്കലും നിർത്തരുത്. ആ വിമർശനമാണ് തനിക്ക് മുൻപോട്ട് പോകാനുള്ള ഊർജ്ജം. അതുകൊണ്ട് തന്നെ വിമർശകരോട് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ, ഒരു കാരണവശാലും വിമർശനം നിർത്തരുത്, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം. ആ രീതിയിൽ രൂക്ഷമായുള്ള വിമർശനം തന്നെയാണ് പറഞ്ഞ രീതിയിൽ DMK-ക്കെതിരെ, സ്റ്റാലിനെതിരെയൊക്കെ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ മാത്രമല്ല, കോട്ട് ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങളുണ്ടായി. 2 കളറിലുള്ള കോട്ട്, അതായത് ബ്ലാക്കും വൈറ്റും, അത് മാത്രമാണ് താൻ ധരിക്കുന്നത്. അത് ഒന്ന് താൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്, മറ്റൊന്ന് ആര് ചെയ്യുന്നതാണ്, ആരെ ഉദ്ദേശിച്ചാണ് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ എന്നും. എന്തായാലും DMK തന്നെയാണ് പ്രധാന എതിരാളി എന്ന് ആവർത്തിച്ചു പറയുന്നു. DMK-യും DMK-യും സഖ്യമായിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമമൊക്കെ തമിഴ്നാട്ടിൽ നടത്തിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് TVK അധികാരത്തിൽ വന്നത്. ആ മന്ത്രിസഭയിൽ, അതായത് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് DMK-യും DMK-യും അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ശ്രമം കൂടി നടത്തിയത്. മാത്രമല്ല, ആ DMK-യും DMK-യും ചേർന്നാണ് ഇപ്പോൾ കുതിരക്കച്ചവടം നടത്തുന്നു എന്ന് തമിഴക വെട്രി കഴകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് ഇതെല്ലാം വളരെ കൃത്യമായി അറിയാം. ജനസേവകനാണ് ഞാൻ, മുഖ്യമന്ത്രിയല്ല മുഖ്യ സേവകനാണ്, ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണ് വന്നത്. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് വിജയ്. അതായത് 108 സീറ്റുകളാണ് നിങ്ങൾ നൽകിയത്, അത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല. കുറച്ചുകൂടി ആദരവ് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തനിയെ ഈ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി എന്തായാലും മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പറഞ്ഞു വെക്കുന്നു. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈ 20 ദിവസങ്ങൾക്കിടെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറയുന്നു. ടാസ്മാക്കിൽ നിന്ന് അഴിമതി നടത്തി പണം കൊള്ള ചെയ്യുകയായിരുന്നു DMK ചെയ്തിരുന്നത്. അതിനെ ഒക്കെ മാറ്റിയെടുക്കുന്ന രീതിയിലാണ് എന്തായാലും
നിലവിൽ TVKയുടെ പ്രവർത്തനം 717 ടാസ്മാക്ക് ഷോപ്പുകൾ പൂട്ടുന്ന നിലയിലേക്ക്, അത് ആദ്യം തന്നെ തുടക്കം തന്നെ ചെയ്ത ഒരു കാര്യമായിരുന്നു. അത് വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സാധാരണ ജനങ്ങളെ ജീവിതത്തിനൊക്കെ വലിയ ഭീഷണിയായിരുന്നു ഈ ടാസ്മാക്ക് ഷോപ്പുകൾ പലയിടങ്ങളിലും ഉള്ളത്. അതൊക്കെ എന്തായാലും പൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള അധികാരത്തിലെത്തിയിട്ട് കർഷകർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു. അത് ഇനിയും തുടരും. എന്തായാലും ഇതേക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, അധികാരത്തിലേറിയതിനു ശേഷം നിരവധി ഇടങ്ങളിൽ ഇപ്പോഴും കൊലപാതകങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം DMK ആണ്. ഓരോ തെരുവുകളിലും ലഹരി കിട്ടുന്ന രീതിയിലേക്ക് DMK അത്തരത്തിലുള്ള ഒരു കാര്യമാണ് DMK ചെയ്തു വെച്ച് പോയത്. അത് തന്നെയാണ് ആ വിമർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. തെരുവുകളെ DMK ലഹരി കൊണ്ട് മൂടി എന്നുള്ള രീതിയിലാണ് ഇന്ന് വിജയ് അവിടെ സംസാരിച്ചത്. അതിൽ ഒരു മാറ്റമുണ്ടാകും എന്ന് വിജയ് എടുത്തു പറയുന്നുണ്ട്. DMKക്കെതിരെയും അണ്ണാ DMKക്കെതിരെയും രൂക്ഷമായ വിമർശനം ഇന്ന് പ്രവർത്തകർക്ക് മുന്നിൽ വിജയ് പറഞ്ഞു. അത്തരത്തിൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് എന്നുള്ളതാണ് വിവരങ്ങൾ. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ കൈമാറിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.